പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഇത് അന്ത്യകാലമാണ്. ആമേൻ. സ്തോത്രം. പ്രാപിക്കേണ്ടവരൊക്കെ പ്രാപിച്ചോണം. നമ്മൾ മാറ്റേണ്ടതിനൊക്കെ മാറ്റിവെച്ച് ആമേൻ ആത്മാവിൽ യുദ്ധം ചെയ്യുവാൻ കൃപ പ്രാപിപ്പാൻ നിങ്ങൾ ഒരുക്കത്തോടെ ഇരിക്കാമെങ്കിൽ കർത്താവാണ് നിറയ്ക്കുന്നത്. മാനുഷിക ഡീലല്ല, ഇത് സ്വർഗീയ ഇടപെടല. സ്തോത്രം. അത് കർത്താവ് വ്യക്തകരമായി ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങൾ കൂടെ കര ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാമല്ലോ. നിൽക്കുന്ന സഹോദരന്മാരെ എല്ലാം കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ആമേൻ. സ്തോത്രം. ഇവിടെ ആരാധിച്ചു ദൂതൊക്കെ വെളിപ്പെടും. നിങ്ങൾ അവിടെ നിന്ന് ആത്മാവിനെ അങ്ങ് ആരാധിച്ചാൽ മതി. ആമേൻ. സ്തോത്രം. നിൽക്കുന്നതൊന്നും നിങ്ങൾക്കൊരു വിഷയമായി ഭാരമായി തോന്നത്തില്ലെങ്കിലും ആ നല്ല മനസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കേണ്ട വേഗത്തിൽ നമ്മുടെ ചിന്തയെ ആമേൻ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിലോട്ട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 20:22. Let's very quickly turn our attention to the word of God, the book of Acts chapter 20 verse 22. ആമേൻ. മതി. സ്തോത്രം. ആത്മാവിനാൽ ബന്ധിക്കപ്പെടുക. Bound by the Holy Spirit. എല്ലാവരും ഒന്ന് പറഞ്ഞു. ആത്മാവിനാൽ ബന്ധിക്കപ്പെടുക. Bound in the Spirit. ഒന്ന് ശക്തിയോടൊക്കെ പറ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് അത് ചെയ്യും. The Spirit of the Lord will do that. ദൈവത്തിന്റെ ആത്മാവ് അത് ആഗ്രഹിക്കുകയാണ്. That's what the Spirit desires. ആമേൻ. സ്തോത്രം. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആത്മാവാണ് കൊണ്ടുപോകുന്നത്. If you are bound by the Spirit, then it is the Spirit of the Lord that leads us. Praise the Lord. പിന്നെ അതിന്റെ അകത്തുനിന്ന് നമുക്ക് മാറാൻ കഴിയത്തില്ല. And then we won't be able to escape from that. Praise the Lord. ജഡമാണ് നമ്മളെ ബന്ധിച്ചെങ്കിൽ ജഡമാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. If we are bound by the flesh, then we will be led by the flesh. ആത്മീയ ജീവിതം തന്നെ ജഡവും ആത്മാവും തമ്മിലുള്ള യുദ്ധമാണ്. The life of a Christian is a battle between the spirit and the flesh. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായെങ്കിലും പലപ്പോഴും നയിക്കുന്നത് നടക്കുന്നത് ബുദ്ധിയിൽ ജഡത്തിലാണ്. Even though we have been saved, we have been baptized, we are part of the church, many times we are led by the flesh or by our minds. അതുകൊണ്ട് പലപ്പോഴും ആത്മാവിന്റെ പ്രവൃത്തികൾ, ആത്മാവിന്റെ ശുശ്രൂഷകൾ, ആത്മാവിന്റെ പദ്ധതികൾ അവൻ നടക്കേണ്ട വിധത്തിൽ നടക്കാതെ പോകും. And so many times we are unable to surrender and submit to the leadership and the guidance of the Spirit of God over our lives. എന്നാൽ ആ ഒരു തലം മാറിയിട്ട് പൂർണ്ണമായി ആത്മാവിൽ ലോക്ക്ഡാകുക അല്ലെങ്കിൽ ആത്മാവിൽ അമിസ്തത്വം നിറയുക, നിയന്ത്രിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. But the meaning of this is that we move aside from that former way of life and enter into a level in which we are able to be guided by the Spirit of God. Praise the Lord. ആത്മനിറവ് മാത്രമല്ല, ആത്മാവിൽ ബന്ധിക്കപ്പെടുന്ന ഒരു ആത്മീയ യാത്ര ഉണ്ടെന്ന് ദൈവമക്കൾ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. You need to understand as children of God that I'm not only talking about the infilling of God's Spirit, but understanding there is a way of living the Christian life bound by the Spirit of God. ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീരുമാനമെടുക്കുന്നത് ജഡമല്ല, തീരുമാനമെടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. When you are bound by the Spirit, the decisions are made not by the flesh but by God's Spirit. ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നീ നടക്കുന്നത് നമ്മൾ പോലും അറിയാതെ ആത്മാവ് കൊണ്ടുപോവുകയാണ്. And when you are bound by the Spirit, the way in which you lead your life will be without your knowledge. It will be, hallelujah, led by the leadership and guidance of God's Spirit. ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ പല ചോദ്യങ്ങൾക്കും മറുപടി നമ്മളല്ല പറയുന്നത്, ആത്മാവ് സംസാരിപ്പാനിടയായി തീരും. And when you are bound in the Spirit, many of the questions that we have raising, hallelujah, in our minds will not be answered by our flesh and by our logic, but it will be answered by the Spirit of God. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത് ദൈവാത്മാവ് നയിക്കുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. And that's why in the book of Romans we read that whoever is led by the Spirit is they are children of God. ദൈവസഭയോട് ഇന്ന് പകൽ ആത്മാവിടപെടുന്നത് ആമി അകലം വിട്ട് നടക്കുന്ന യാത്രയല്ല, നീ ആത്മാവിൽ ബന്ധിക്കപ്പെടുന്നവൻ ദൈവാത്മാവ്
ആഗ്രഹിക്കുകയാണ്. What the Spirit of the Lord wants to remind the church this morning is that the Spirit doesn't seek a journey in which you are distant from the one whom you follow, rather a journey in which you are bound by God's Spirit. എല്ലാ വഴികളിലും എല്ലാ മേഖലകളിലും എല്ലാ ഇടങ്ങളിലും ദൈവാത്മാവ് കർത്തൃത്വം വഹിക്കുന്ന ഒരാത്മതലത്തിലോട്ട് നിങ്ങൾ മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. In every path that you take, every aspect of your life, whatever situation you find yourself in, the Word of God tells us you must be led by the guidance of God's Spirit. Praise the Lord. Hallelujah. അവൻ പൗലോസ് മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. Apostle Paul says in another hallelujah portion of scripture, I have been captivated by Jesus. എങ്ങനെയാണ് ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു? He says, I am a captive of the Lord Jesus. സ്തോത്രം. ഇങ്ങനെ ഒരു തലം അങ്ങോട്ട് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയത്തില്ല. And when this sort of experience is revealed in our life, we will not be able to hallelujah dismiss it. ഇന്ന് പകൽ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് ഒരു ദൈവവൈതലായിട്ടിരിക്കാനായിട്ടല്ല, ആത്മാവിൽ പിടിക്കപ്പെടുന്ന ആത്മാവിൽ ബന്ധിക്കപ്പെടുന്ന ഒരു തലത്തിലോട്ട് നിങ്ങളെ ആത്മാവെന്ന് വിളിക്കുകയാണ്. What the word of God reminds us this morning, reminds the church is this, hallelujah, the Lord does not want us to remain, hallelujah, complacent in the situation, in the positions of our Christian journey that we are currently in, rather to move forward, hallelujah, to upgrade to a situation in which we are bound by the Spirit, we are held captive by God's Spirit. അവൻ ദൈവത്തിന്റെ ആത്മാവ് എന്തൊക്കെയോ ചെയ്യാനുണ്ട് കേട്ടോ. Because the Spirit of the Lord wants to do something in your life. The Word of God says God doesn't want people who are neither hot nor cold. 50-50 വിശ്വാസിയെ ദൈവത്തിന് വേണ്ട. God doesn't want a 50-50 believer. The Word of God reminds us that God is not looking for people who are hallelujah complacent in their Christian journey, neither here nor there. പൂർണ്ണമായി വിധേയപ്പെടുന്ന ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന തലങ്ങളിലോട്ട് വളരാൻ ആഗ്രഹിക്കുന്നവരെ ഇന്ന് പകലക്കാൽ ദൈവാത്മാവ് തിരയുകയാണ്. Rather we understand that the Spirit of the Lord searches for individuals who are completely submitted, hallelujah, to the guidance and leadership of God's Holy Spirit. Praise the Lord. Hallelujah. ആമേൻ. ലൂക്കോസ് സുവിശേഷത്തിൽ കാണുന്നുണ്ട്, ആമേൻ സ്തോത്രം, ആത്മാവ് അവനെ മരുഭൂമിയിലോട്ട് നടത്തി. Hallelujah. In the Gospel of Luke we read, it is the Spirit of the Lord that led Jesus into the wilderness. ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പോകേണ്ടതും അയച്ചതൊക്കെ ദൈവത്തിന്റെ ആത്മാവാണ്. Once you are bound by the Spirit, where you should go, how you should go, it is hallelujah, it is ordained by God's Spirit. ഒരു പക്ഷേ ബുദ്ധി കൊണ്ട് പറയും മരുഭൂമിയല്ല എങ്ങനെ പോകാൻ പറ്റും, പക്ഷേ ആത്മാവ് നയിച്ചാൽ അതിന്റെ അകത്തൊരു പദ്ധതിയുണ്ട്, അതിന്റെ അകത്തൊരു ദൈവ നീതിയുണ്ട്. Hallelujah. Maybe we'll ask with our logic and with our understanding, how could I go into the wilderness? Why would I go there? What is there to see? But if we are led by the Spirit of the Lord, we have full confidence that wherever He leads, we will go. ആത്മാവ് മരുഭൂമിയിലോട്ട് കൊണ്ടുപോയാൽ അത് വെറുതെ ക്ഷീണിച്ച് വരത്തില്ല. ആത്മാവ് മരുഭൂമിയിലോട്ട് നയിച്ചാൽ നീ ഒറ്റപ്പെട്ടു പോകത്തില്ല. ആത്മാവാണ് കൊണ്ടുവന്നത്. അതിന്റെ ഉത്തരവാദിത്തം ദൈവത്തിന്റെ ആത്മാവ് ഏറ്റെടുക്കും. If the Spirit of the Lord wishes to lead you into a wilderness, you will not be alone. You will not come back empty-handed. You will not, hallelujah, be in trouble, or you will not struggle. But, hallelujah, instead, you will come back, hallelujah, knowing with fullness, hallelujah, full confidence that if the Spirit of the Lord leads you into the wilderness, it is the Spirit of the Lord that takes responsibility for your every need. ആത്മാവ് കൊണ്ടുപോയി ആരുടെ മുന്നിൽ കൊണ്ട് നിർത്തി? പിശാചിന്റെ മുന്നിലോട്ട് കൊണ്ട് നിർത്തി. And what happens? We read that the Spirit of the Lord leads him into the wilderness and takes him where? Before the devil. നമ്മൾ പിശാചിനെ ജയിക്കാനായിട്ട് ഈ ആത്മാവ് പ്രാപിക്കുന്നു. Oh, hallelujah, on one hand, we are here trying to fight these battles and overcome the attacks of the enemy. പക്ഷേ കൊണ്ട് ആരുടെ മുന്നിലോട്ട് കൊണ്ട് നിർത്തി? But here we see something strange. The Spirit of the Lord leads him and takes him right in front of the devil. അവൻ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. For 40 days he was tried and tempted. Praise the Lord. Hallelujah. ഒന്നും രണ്ട് ദിവസമല്ല. It wasn't just a day or two. ഒറ്റയ്ക്ക് By himself മരുഭൂമിയിൽ in the wilderness പരീക്ഷിച്ചുകൊണ്ടിരുന്നു. he was being tested. പക്ഷേ ആത്മാവ് നടത്തിയതുകൊണ്ട്, But because the Spirit led him, ആത്മാവ് കൊണ്ടെത്തിച്ചതുകൊണ്ട്, because it is the Spirit that led him, ആത്മാവിടെ വ്യാപരിക്കുന്നുണ്ടായിരുന്നു. the presence of God's Spirit was അവൻ there. ക്ഷീണിക്കാൻ സമ്മതിച്ചില്ല. Didn't allow him to grow weak. മടുക്കാൻ സമ്മതിച്ചില്ല. Didn't allow him to go discouraged. അവൻ ഒന്നിനു പുറകെ ഒന്നായി ആയുധങ്ങൾ മൂർച്ച കൂട്ടിയപ്പോൾ, Hallelujah, when the enemy started sharpening his weapons one by one, അവൻ സകലതിനെ ജയിക്കത്തക്ക രീതിയിൽ ആ പരീക്ഷാഘട്ടത്തിൽ
ആത്മാവ് തുണ നിന്നു. Hallelujah, the Spirit of the Lord stood for him, interceded on his behalf so that he would not fail, rather he would be victorious. 4:14 ഇങ്ങനെ വായിക്കുന്നു. ലൂക്കോസ് അവൻ ശ്രദ്ധിച്ചാട്ടെ, ആത്മാവ് മരുഭൂമിയിലോട്ട് നയിച്ചു. We see here that the Spirit of the Lord led him into the wilderness. അവൻ പരീക്ഷയിൽ കൂടി കടന്നുപോയി. He went through, hallelujah, this temptation. എത്ര ദിവസം പരീക്ഷിക്കപ്പെട്ടു? How long was he tempted for? 40 ദിവസം ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ 14-ാമത്തെ വാക്യം ആമേൻ സ്തോത്രം ആത്മാവിന്റെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. Hallelujah. 7 ദിവസം ആയപ്പോൾ നമ്മുടെ ശക്തിയെല്ലാം എന്ത് ചെയ്തു? ഒറ്റ വിഷയം, ഒരു പ്രതിസന്ധി, ഒരു വെല്ലുവിളി. ഇന്ന് പകൽ കലവരെ ആത്മാവിൽ ബന്ധിക്കപ്പെടുക. Hallelujah. പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെടുക. ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ കടന്നു വാ. നിന്റെ നേരെ സകല വെല്ലുവിളിക്കകത്തും മാനുഷികമായി കാണാത്ത, മാനുഷികമായി വെളിപ്പെടാത്ത ചിലത് ആത്മാവ് നിന്റെ അകത്ത് വെളിപ്പെടുത്തും. അമിസ്തോത്രം പരീക്ഷ കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞപ്പോൾ ആത്മശക്തിയോടെ It says there in the Gospel of Luke chapter 4 verse 2 that for 40 days Jesus was tried and tested by the devil. But we come, hallelujah, to verse 14 and it says, hallelujah, that Jesus returned to Galilee full of the power of God's Spirit. Let me remind you, church, that if we allow ourselves to be bound by God's Spirit, if we allow ourselves to be led by the Spirit of God, if we allow ourselves to have the voice of God's Spirit resounding in our ears, then I tell you the truth, even if you are led into the wilderness, even if you are led before the trials of the enemy, you will not come back weak, you will not come back discouraged, you will not come back as a failure, you will come back full of the power of God's Spirit. Praise the Lord. Hallelujah. ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇടപാടിലും ഒരു ആത്മീയത കാണും. Once we are bound by the Spirit of God, in every dealing that we have, there will be a presence of God's Spirit. നമ്മുടെ സംസാരത്തിൽ എന്തോ കാണും? In our talk, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനകത്ത്, in our friendships, നമ്മുടെ പോക്കിടപാട് എല്ലാ മേഖലകളിലും ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവൻ ആത്മസ്വഭാവം വെളിപ്പെടുത്തും. in our coming, in our going, whatever aspect of our life it may be, one who is bound by the Spirit of God will have the presence and guidance of God's Spirit. Praise the Lord. Hallelujah. ഫോൺ വിളിച്ചാലും എന്താ കാണും? ഫോൺ വിളിച്ചാലും ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവൻ ആത്മാവിന്റെ ഒരു ശൈലി കാണും. Even in a phone call, it might be something so trivial, but there will be the presence of God's Spirit. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവന്റെ ഫേസ്ബുക്കിനകത്ത് എന്താ കാണും? One who is bound by the Spirit even on their social media pages. അതിന്റെ അകത്ത് എന്താ കാണും? What will you see? ഇവിടെ നമ്മുടെ ചെറുപ്പക്കാര് നമ്മുടെ യൗവനക്കാരെല്ലാം ഞാൻ ഒരു കാര്യം ഓർമ്മ. Let me tell the young people this. സ്തോത്രം നല്ല പോസ്റ്റും ഫോട്ടോസും ഒക്കെ നിങ്ങൾ ഇടാറുണ്ട്. You might be posting wonderful pictures and beautiful posts. നല്ല സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട്. Might be uploading your status. ആ സ്റ്റാറ്റസിന്റെ കൂടെ ഒരു മ്യൂസിക്കും വരാറുണ്ട്. And sometimes there is a music as well that accompanies this post or this picture. Praise the Lord. നല്ല ആത്മീയ ഗാനങ്ങൾ ഇഷ്ടംപോലെ ഭക്തന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. There's a whole host of beautiful songs that praise and glorify God. ഇതൊന്നും അന്നേരം വരത്തില്ല. But you forget about those at Praise the that Lord. point of time. തിയേറ്ററിൽ പാടിയതും സ്തോത്രഹല്ലേലൂയ ദൈവമില്ലാത്തവൻ എഴുതിയതും ലോക മനുഷ്യ മുഴുവൻ പാടി നടക്കുന്ന സന്തോഷത്തിന്റെ പാട്ടുകളാണ് വിശ്വാസിയുടെ ദൈവവൈതലിന്റെ പോസ്റ്റിനകത്ത് കേൾക്കുന്നത്. But sometimes in these posts we see that the child of God who posts these pictures has forgotten about all these songs that glorify God, and instead they are songs written by godless people about godless things. നിങ്ങൾ പറയും പുള്ളി എനിക്കിട്ട് തന്നെ ചെയ്യുവാണ്. Praise the Lord. നിങ്ങളോട് എനിക്കല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ആമേൻ. അമിശ്രം നിങ്ങളെല്ലാം വിശ്വാസിയാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. See, everyone knows that you are children of God. പെന്തക്കോസ്തുകാരനാണെന്നറിയാം. Everybody knows that you go to church. സ്നാനപ്പെട്ടവനാണെന്നറിയാം. Everyone knows that you're baptized. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ആഡ് ചെയ്തവർക്കെല്ലാം അറിയത്തില്ല നീ ഒരു വിശ്വാസിയാന്ന്. So everyone who are your followers or your friends on social media, don't they know that you are a child of God, a believer, someone who goes to church? ആരെ അറിയിക്കാതെ മുങ്ങിയതാണ്. Or did you not tell anybody? Praise the Lord. നിങ്ങൾ ദൈവസഭയെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്. Remember, you represent the church of God. Praise the Lord. Hallelujah. മണവാട്ടി സഭയാണ്. Remember that you are the bride of Christ. You are the bride of Christ. വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലാണ്. You are the redeemed people of God. നിനക്ക് തന്ന സോഷ്യൽ മീഡിയയിലൂടെ നീ ദൈവത്തെ ഉയർത്തണമെന്ന്. Even on the social media platforms that you have access to, you should glorify God.
ആത്മികമായ ഒറ്റ ഒന്ന് ഇനി മുതൽ കാണരുത്. And there should not be anything found, even on your social media, that is not of God. Praise the Lord. Hallelujah. എന്താ അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഈ പാട്ടൊക്കെ ഇട്ടൊരു പോസ്റ്റ് ഇടാമെങ്കിൽ കേൾക്കുന്നവരെന്തൊരു സന്തോഷം. Amen. അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ആത്മാവിന് കുളിർമ തോന്നുന്ന ജാതികൾ പോലും പാടുന്ന എത്രയോ നല്ല ദൈവസ്നേഹത്തിന്റെ പാട്ടുകൾ ഉണ്ടെന്ന്. How many songs do you know has been written by godly saints over the centuries that you could use, hallelujah, so that people let them hear the glory of God. സന്തോഷമുള്ളവർ മാത്രം കർത്താവിനെ സ്തുതിച്ചാൽ. If you hallelujah. Praise the Lord. Amen. നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. We are preparing ourselves. ശ്രദ്ധിച്ചാട്ടെ, ആത്മാവിൽ ബന്ധിക്കപ്പെടുക. Bound by the Spirit. സ്റ്റാറ്റസ് ഇടുമ്പോഴേ ഇനിയും ഒരൊറ്റ ഫിലിമിന്റെ ശബ്ദം കേൾക്കരുത്. When you post on your story, I don't want to hear any more ungodly songs. Praise the Lord. Hallelujah. നാം ദൈവവേദന. We are children of God. നാം വിശുദ്ധന്മാരാ. We are supposed to be saints. തിരുമേശ എടുത്ത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാറ്റിനകത്തും ആത്മീകമായതല്ലാത്തത് കാണരുത്. അത് നിങ്ങളൊരു തീരുമാനമായിരിക്കണം. അവൻ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയങ്ങൾ അവസരങ്ങളിൽ കർത്താവിനെ ഉയർത്തുക. When we are called to be living godly lives and we partake of the Lord's table and we are called to live holy lives, let me remind you, there should be nothing found in our lives that is ungodly, that is immoral, that is contradictory to the word of God. പാട്ടിന് ക്ഷാമമുണ്ട്. എന്നെ വിളിച്ചാൽ മതി. പാർശ്വ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. നിങ്ങൾ തപ്പിട്ട് ഒരു പാട്ട് ഒരു മ്യൂസിക്കും കിട്ടുന്നില്ല. ഒരെണ്ണം അയച്ചെന്ന് പറഞ്ഞാൽ ഞാൻ 2 എണ്ണം അയച്ചു തരാം. Amen. ഗ്യാരണ്ടി പറയുക. Hallelujah. ഒന്നുകൂടെ കാര്യം ഒരു സ്വതന്ത്രം ചെയ്താട്ടെ. Hallelujah. ശ്രദ്ധിച്ചാട്ടെ, ആത്മാവിൽ ബന്ധിക്കപ്പെടുക. Bound by the Spirit. അവൻ പരിശുദ്ധാത്മാവിനാൽ നീ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നിനക്ക് അതിൽ നിന്ന് ഒഴിയാൻ പറ്റത്തില്ലെന്ന്. Once you are bound by the Spirit of God, you cannot escape. പൗലോസ് ഒരിക്കൽ ആഗ്രഹിച്ചു ബിഥുനിയയിലേക്കോ ആസിയയിലോട്ടോ പോകാമെന്ന്. One time, hallelujah, Paul decided that he wanted to go to Asia Minor or Bithynia, hallelujah, and that was his plan. എന്നാൽ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടതുകൊണ്ട് അവൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു പോകരുത്. But hallelujah, because he was bound by the Spirit of God, the Spirit, hallelujah, compelled him and said, don't go. അന്ന് വിട്ടില്ല. And he didn't go. എന്നാൽ അതിനുശേഷം ആസിയയിൽ എഫെസോസിലോട്ട് ദൈവത്തിന്റെ ആത്മാവിനെ അയച്ചു. But at a later date, hallelujah, the Spirit of the Lord, hallelujah, spoke to Paul and said, you must go there, you must go to Ephesus, you must go to Asia Minor. For 3 long years, he had the opportunity to minister. Many souls were earned for the kingdom of God. The hallelujah work of the Holy Spirit was revealed in that place. He was able to reveal that Jesus is the living God. Hallelujah, breaking down the altars and shrines built, hallelujah, to the mighty goddess Artemis, he was able to establish the church of God. Praise the Lord. Hallelujah. When you are planning and making, hallelujah, these hallelujah ideas in your mind, and the Spirit of God says, no, not now, no, I'm stopping you. Remember this, hallelujah, that there is an appointed time. There is a time for everything. Wait patiently for the time of the Holy Spirit. Hallelujah, Ephesus was one of the great wonders of the world at that time. It was a magnificent city. The altars and temples and shrines that were built to their goddess were, hallelujah, wants to appreciate by the people of the world. And hallelujah, it was the fortress of the devil at the time. And that's where the Spirit of the Lord sends Paul. And hallelujah, mighty ministry was revealed there. Let me tell you the characteristics of one who is bound by the Spirit. Acts 20 verse 18. He was, hallelujah, able to serve God despite the sufferings.
കഷ്ടങ്ങളോട് കൂടെ കർത്താവിനെ സേവിച്ചു. Even whilst he endured sufferings and trials, he served God. എല്ലാരും ഒന്ന് പറഞ്ഞേ, കഷ്ടങ്ങളോട് കൂടെ കർത്താവിനെ സേവിച്ചു. Serving the Lord despite tears and trials. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിണങ്ങും കർത്താവിനോട്. ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ വരുന്ന കഷ്ടമല്ല അവന് വിഷയം. കഷ്ടമുണ്ടെങ്കിലും രോഗമുണ്ടെങ്കിലും വേദനയുണ്ടെങ്കിലും അവൻ ദൈവത്തെ സേവിക്കും, അവൻ ദൈവത്തെ ആരാധിക്കും. Even though there were trials and tribulations, even though there was opposition in his life, that wasn't the issue. His matter was his goal and desire was only to serve the Lord. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനെ കൂട്ടായി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. One who is bound in the Spirit is unable to forsake fellowship. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനെ ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന്. One who is bound in the Spirit is unable to remain silent in worship. കഷ്ടങ്ങളല്ലേ അവന്റെ മാനദണ്ഡം. അവന് ലഭിച്ച ദൈവകൃപയെ ഓർത്ത് അവൻ ദൈവത്തെ സേവിപ്പാനിടയായി തീരും. Despite the suffering and trial in his life, according to the grace that is given him, he is able to glorify God. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടം നാണം കെട്ട് ഓടണം. Hallelujah, dear children of God. When, hallelujah, the suffering and the trial that comes in our life, when it sees, hallelujah, the way in which we respond, it should be embarrassed, ashamed, and run away. പ്രതിസന്ധികൾ വരുമ്പോൾ, മനോഭാരം വരുമ്പോൾ, ക്ലേശങ്ങൾ വരുമ്പോൾ അതിനെ മുൻപിൽ നിന്നുകൊണ്ട് നാം മുട്ടുമടക്കാമേൽ തോറ്റു സമ്മതിക്കാതെ ആത്മാവിൽ പാടി ആരാധിച്ച് അതിനെ മറികടക്കുമ്പോഴാണ് ആ രോഗാത്മാവ്, ആ കഷ്ടം നിന്നെ വിട്ട് ഓടിപ്പോകുന്നത്. When the spirit of disease, when the spirit of sickness, when the spirit of discouragement, when the spirit of fear, when the spirit, hallelujah, that tries to destroy you comes to bind you, hallelujah, instead of bowing our knees and falling to the floor in surrender, if we are able to stand up strong, glorifying God in the face of our difficulties, in the face of our trials, I tell you, every spirit of darkness that tries to hold you bound will see, hallelujah, the way you serve the Lord diligently and flee from your presence. അവൻ പിശാച് പറയുന്ന രോഗം കൊണ്ട് ഇവനെ ഒതുക്കാൻ പറ്റത്തില്ല, ശൂന്യത ഇട്ട് ഇവനെ ഒതുക്കാൻ പറ്റത്തില്ല, കഷ്ടമിട്ടവനെ ഒതുക്കാൻ പറ്റത്തില്ല എന്ന് തെളിയിക്കത്തക്ക രീതിയിൽ വേദ പ്രതിസന്ധി ഉണ്ടെങ്കിലും അതോടുകൂടെ നീ ദൈവത്തെ ആരാധിക്കണം, നീ ദൈവത്തെ സേവിക്കണം. The enemy should look to you and say, I tried sickness but it didn't work, I tried fear but it didn't work, I tried shame but it didn't work, I tried to destroy him but it didn't work. He was able to stand strong, she was able to serve God, she did not step back from her, hallelujah, her devotion to God, and the enemy should flee. That's why I said last week, even if you're unwell, even if you're sick on a Sunday morning, come to the presence of God. Even if you're in pain, come to the presence of God. Even if you have trials, even if you have difficulties, come and serve the Lord. God will not allow those difficulties every day. He will not allow you to pass through tribulations every day. Hallelujah. And then he says, ശ്രദ്ധിച്ചേ, ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, നീ പ്രതീക്ഷിക്കുന്ന കഷ്ടങ്ങളും സ്തോത്രം പിന്നെ ബന്ധനങ്ങളും അവിടെ ഉണ്ടെന്ന് ആത്മാവ് പറഞ്ഞു. പക്ഷെങ്കിൽ ഇത് കേട്ടിട്ട് അവൻ പുറകോട്ട് പോകാൻ പറ്റുന്നില്ല, ഇത് കേട്ടിട്ട് മുന്നോട്ട് പോകാൻ തോന്നുകയാണ്. We see here a man of God who is bound by the Spirit and he is being guided by God's Spirit. And in this passage of scripture we read that the Spirit testifies to him and tells him that when you go, expect, hallelujah, chains and tribulations and bondage. And instead of hearing this news and stepping away in fear, he is bound by the Spirit such that he is encouraged and strengthened in his spirit. Praise the Lord. Hallelujah. ദൈവത്തിന്റെ ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു
പ്രതിസന്ധി, ഒരു കഷ്ടം കടന്നു വരുമ്പോൾ നീ പുറമോട്ട് പോകത്തില്ല. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവൻ അതിന്റെ അകത്തൂടെ ഇറങ്ങാൻ ദൈവത്തോട് കൃപ ചോദിപ്പേണ്ടതായി തീരും. When you are faced with trials and difficulties, when problems come your way, when all you see before you are challenges, one who is bound by the Spirit will not be able to turn back. One who is guided by God's Spirit will not flee. Instead, you will go forward despite the challenges. കാരണം ദൈവം അറിഞ്ഞ കഷ്ടം, ദൈവം അറിഞ്ഞ പ്രതിസന്ധി, ദൈവം അനുവദിച്ച ബന്ധനമാണെങ്കിൽ ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് അത് നിനക്കൊരു ബന്ധനമായി തോന്നത്തില്ല. Hallelujah. Because if it is trials that God has allowed in your life, if it is a difficulty and a challenge that God knows about and has allowed, then I tell you that if you are bound in the Spirit, you will not be destroyed. God will give you the grace. ഇന്ന് പകൽക്കാലം അമ്മ കഷ്ടങ്ങളും അമിശ്രിത മറ്റു ബന്ധനങ്ങളും രോഗങ്ങളും ബന്ധിക്കുന്നതിന് മുൻപ് കുഞ്ഞ് നീ ആത്മാവിൽ ബന്ധിക്കപ്പെട്, നീ ആത്മാവിൽ ബന്ധിക്കപ്പെട്, നീ ആത്മാവിൽ ബന്ധിക്കപ്പെട്. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവന് ഒരു ബന്ധനത്തിനും അവനെ ഹോൾഡ് ചെയ്യാൻ കഴിയത്തില്ല. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവന് ഒരു രോഗശക്തിക്കും അധികം ബന്ധിക്കാൻ കഴിയത്തില്ല. Yes, hallelujah. Instead of being bound by the spirit of disease, instead of being bound by the spirit of fear, instead of being bound by the spirit of guilt and shame, let me tell you, be bound by the Spirit of God. Be bound by the power of God. Let the hallelujah Spirit of God lead you forward. Let the Spirit of God be the principle that guides your life. Father, hallelujah, bind us with your Spirit. Guide us by your Spirit, Lord. Yes, Father, let your power fall down. Let your Spirit come down. Oh, bind me with your Spirit, Father. Jesus. Oh, before you are bound by the spirit of darkness, before you are bound by the spirit of disease, bind yourself with the Spirit. പ്രതിസന്ധിയെ ജയിക്കണമെങ്കിൽ, നിനക്ക് വരാൻ പോകുന്ന ചില കഷ്ടങ്ങളെ ജയിക്കണമെങ്കിൽ അത് വരുന്നതിന് മുൻപ് നീ ആത്മാവിൽ ബന്ധിക്കപ്പെട്. If you want to overcome the challenges that you are about to face, if you want to overcome the disease that you are about to face, let me tell you, you need to be bound by God's Spirit. You need to be bound by God's Spirit. നീ കഷ്ടം, ഹല്ലേലൂയ, അവൻ ലോകത്തിന്റെ ബന്ധനങ്ങളല്ല, ലോകത്തിന്റെ ശക്തികളല്ല നിന്നെ ബന്ധിക്കേണ്ടത്. നിന്നെ ബന്ധിക്കേണ്ടത് കഷ്ടമല്ല, നിന്നെ ബന്ധിക്കേണ്ടത് ആത്മാവേ ദുഷ്ടാത്മാവല്ല, നിന്നെ ബന്ധിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. നീ ബന്ധിക്കപ്പെടുന്നത് ആത്മാവിലാണ്, നീ ബന്ധിക്കപ്പെടുന്നത് ദൈവകൃപയിലാണ്. Bind us with your Spirit, Father. Guide us by your Spirit, Lord. Fill us with your power. Let your anointing fall upon us, Jesus. Every spirit of darkness, flee in the name of Jesus. Every spirit of shame, every spirit of fear. Hallelujah. Hallelujah. Praise the Lord. Amen. യെരൂശലേമിൽ ബന്ധനവും കഷ്ടവുമുണ്ട്. പക്ഷേ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് അങ്ങോട്ട് പോകുന്നു. Chains and tribulations await him in Jerusalem, but he says, I am already bound as I travel there. Did you understand what I'm saying? Because I'm currently bound by the Spirit of God. And I'm told that I'm going to be bound by suffering. But hallelujah, on top of what will this bondage come? Hallelujah. Apostle Paul knows that there is challenges, tribulations, and chains that await him in Jerusalem. But he says, it doesn't matter because I'm already bound by the Spirit of God. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവന്റെ മേലോട്ട് ഒരു രോഗാത്മാവ് വന്ന് ബന്ധിക്കുമ്പോൾ if that be the case, when someone who is bound by the Spirit, when the spirit of disease tries to bind him again, what is it coming on top of?
Praise the Lord. ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവന്റെ മേൽ നിരാശയുടെ ഒരു സ്പിരിറ്റ് വന്നങ്ങോട്ട് ചുറ്റിയാൽ ഏതിന്റെ മീതെ വന്ന് ഈ ചുറ്റുന്നേ. Imagine a man of God who is bound by the Spirit, and the enemy tries to bring a spirit of distress to try and bind him. On top of what is that going to be coming? ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവന്റെ മീതെ ഒരു മടുപ്പിന്റെ ആത്മാവ് ചുറ്റിയാൽ അത് എത്ര നേരം നിൽക്കുമെന്ന്. Praise God. When a man of God who is bound from head to toe by the Spirit of God, when he is trying to be bound by anything else. ആമേൻ, സ്തോത്രം. ആമേൻ, ആത്മാവിൽ ബന്ധിക്കപ്പെടുക. അതിനുശേഷം കഷ്ടം വന്നാലും ബന്ധനം വന്നാലും ആമേൻ, നീ അജയാളി. Hallelujah. Be bound by God's Spirit. Once we are bound, doesn't matter if challenges come, doesn't matter if problems come, because we will be victorious. അണലി കയ്യെ ചുറ്റുമ്പോ കുടഞ്ഞതെന്താ? അണലി എവിടാ ചുറ്റിയേ? ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവന്റെ മീതെ ഏതണല് ചുറ്റിയാലും എറിഞ്ഞാൽ അഴിഞ്ഞു പോകുമെന്ന്. Praise God. Hallelujah. നീ ആത്മാവിൽ ബന്ധിക്കപ്പെട്. നീ ആത്മാവിൽ ബന്ധിക്കപ്പെട്. അതിന് മീതെ വരുന്ന സകല ബന്ധനങ്ങൾക്കും നിനക്ക് ജയമെന്നുള്ളത് ദൈവസഭ ഇന്ന് പകൽക്കാലം മറക്കരുത്. Once you are bound by the Spirit of God, it doesn't matter what snake tries to bite you or poison you. You just shake it off because you have been bound by the Spirit of God. What can man do to me? What can the enemy do to me? I am bound by God's Spirit. Hallelujah. Hallelujah. ഇന്ന് സമയമുണ്ടെങ്കിൽ തിരുമേശ ശുശ്രൂഷ നമ്മുടെ മുൻപിലുണ്ട്. Praise God. ആമേൻ, ആത്മാവിൽ ബന്ധിക്കപ്പെടുക. That we might be bound by the Spirit of God. ആ ബന്ധനമാണ് വേണ്ടിയത്. That is what we need in our life. ലോകവും പാപവും രോഗവും ആമേൻ വരാതെ അത് വന്നോട്ടെ. പക്ഷെങ്കിൽ ഏതിന്റെ മീതെ മതി? ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവന്റെ മീതെ എന്ത് ബന്ധനം വന്നാലും 100% ഗ്യാരണ്ടിയാണ് നീ പുറത്തു വരും. നീ അതിനെ പൊളിക്കും, നീ അതിനെ തകർക്കും, നീ അതിനെ ജയിക്കും. കാരണം ഇത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാ, ഇത് പുത്രന്റെ ആത്മാവാണെന്ന്. Amen. Never mind the bondage of sickness. Never mind the bondage of fear. Never mind the bondage of darkness. It doesn't matter even if they come, because once we are bound by God's Spirit, nothing can touch us. Nothing can harm us. We are bound by the Holy Spirit of God. We will emerge victorious. എനിക്ക് നേരിടാനുള്ളതൊന്നും എനിക്കറിയത്തില്ല. നമുക്കതാ വേണ്ടിയത്. എന്നെ സംഭവിക്കാമെന്ന് എനിക്ക്, കാരണം ഞാൻ ആര് ബന്ധിക്കപ്പെട്ടു. ആത്മാ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ വരുന്നത് കർത്താവ് നോക്കിക്കോളുമെന്ന്. Hallelujah. ആത്മാവ് നോക്കിക്കോളുമെന്ന്. Amen. Apostle Paul says, I don't know what is going to come against me. I don't know what to expect. But hallelujah, he's bound by the Spirit, so he has no fear. He has no anxiety. It doesn't matter what comes against me. I'm bound by the Spirit. It doesn't matter what comes. I will be victorious. What we all want to know, we're worrying and fretting about what's about to come. What's going to happen tomorrow? Am I going to, is this my last year? Will I be able to see God's blessings? But the one who is bound by the Spirit, Paul says, isn't worried about tomorrow. ദൈവം എന്നെ വിശ്വാസത്തോട് പാടിക്കേ. ഓ നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. എന്റെ ദൈവം മഹത്വത്തിൽ
ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നേരിടാൻ പോകുന്ന നീ അറിയണ്ട. Hallelujah, once we are bound by the Spirit of God, it doesn't matter what is about to come our way. Praise the Lord. Hallelujah. Make sure ഇതാ ഇന്ന് ഞാൻ ആത്മാവിലാണോ. Just make sure that today you are Hallelujah. bound by the Spirit. ഞാൻ ഇന്ന് ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനാണോ നീ ഉറപ്പിച്ചാ മതി. Just be confident that you are bound by the Spirit. അവൻ എന്തു വന്നാലും ഉത്തരവാദി ദൈവമാണെന്ന്. Whatever comes our way, our God is responsible. Praise the Lord. Hallelujah. അതിനുശേഷം പറയുന്നത് ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. And then he says, I don't consider my life dear to me. ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. If you're bound by the Spirit, this is what happens. പിശാച് പറഞ്ഞടാ നീ യെരൂശലേമിൽ പോകല്ലേ, നീ ചാകും മരിക്കും എന്നൊക്കെ അഗബോസും ദൂത് പറഞ്ഞു. ഈ അരക്കച്ച കെട്ടിയവൻ ആര്? ഈ ഉടമസ്ഥന് ഇതുപോലെ ബന്ധിച്ചുകൊണ്ട് യെരൂശലേമിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കരഞ്ഞു. പൗലോസ് പാസ്റ്റർ പോകല്ലേ പോകല്ലേ, കഷ്ടമാണ് നഷ്ടമാണ്. പൗലോസ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ മരിക്കാനായിട്ടിരിക്കുക യെരൂശലേമിൽ, പിന്നെ കഷ്ടം എനിക്ക് വിഷയമല്ല. Hallelujah. The enemy tries to convince him and tell him, Paul, don't be silly. Don't go. You're going to be bound. You're going to be held captive. You're going to be thrown in prison. You're going to be, hallelujah, put in chains. But, hallelujah, Agabus the prophet stands up and speaks and says and tells Paul, you will be bound. You will be put in chains. This is what awaits you in Jerusalem. And everybody said, Apostle Paul, please don't go. Don't go. You're going to be bound. And Apostle Paul says, never mind bondages. I await, hallelujah, death for my king. What in the face of death, hallelujah, can they do to me? ഞാൻ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. He says, I don't count my life dear to me. ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ If you are bound by the Spirit, മരണം പോലൊരു വിഷയമല്ല. even death has no hold over നല്ല us. ഉറപ്പുണ്ട് തികച്ചിട്ട് വിളിക്കത്തുള്ളൂ. Because he has full confidence that only once I finish my race will, hallelujah, death be able to touch me. സഹോദരൻ നിങ്ങൾ നിൽക്കുന്നത് എനിക്ക് സങ്കടം ഉണ്ടെങ്കിൽ ഇത് ഊതി പ്രകാശിച്ചോണ്ട് അങ്ങ് പറഞ്ഞു പോകും കേട്ടോ. അവിടെ നിങ്ങൾ ഭാരം തോന്നരുത്. ആമീൻ സ്തോത്രം. 1 മണിക്ക് നിർത്തണമെന്ന് വെച്ചിരുന്ന വഴെങ്കിൽ പോട്ടങ്ങോട്ട് സ്തോത്രം. ആമീൻ. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷ സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. Apostle Paul says here that I may finish my race with joy and ministry which I received from the Lord Jesus to testify to the gospel of the grace of God. ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ Bound by അവന്റെ the വെളിപ്പാട് Spirit. മുഴുവൻ എങ്ങനെയെങ്കിലും ഏൽപ്പിച്ചത് തികയ്ക്കണം. Hallelujah. His revelation is this: once he is bound by the Spirit, however he can to fulfill, hallelujah, that which he has been entrusted. ഞാൻ പറഞ്ഞത്ര മനസ്സിലാവുന്നുണ്ട്. Did you get what I'm saying? ഈ ആത്മാ ബന്ധിക്കപ്പെട്ട നിങ്ങളുടെ പദ്ധതി മുഴുവൻ എങ്ങനെയെങ്കിലും ഈ വർഷം അടുത്ത ഒരു LICയുടെ പോളിസിയുടെ എന്ത് ചെയ്യണം? എടുക്കണം. സ്വത്രം ഒരു 30 ലക്ഷത്തിനോട് എന്ത് ചെയ്യണം? LIC എടുത്തവരാരും മിണ്ടുന്നില്ല. പോളിസി ഇല്ലാത്തവരൊക്കെ സ്വത്രം പറ. ഞാൻ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ശ്രദ്ധിച്ചാട്ട് അതൊക്കെ നിങ്ങളുടെ വിവേചന അധികാരത്തെ വിട്ടേക്ക് അതൊക്കെ എടുത്തു. അതൊന്നും തെറ്റല്ല. ഞാൻ പറഞ്ഞതിന്റെ സാരം അവൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഏൽപ്പിച്ചത് തികയ്ക്കണം. Once bound by the Spirit, he has only one goal, only one desire. I want to finish my race. Praise the Lord. Hallelujah. അവൻ ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തോണ്ട് പോയി. Hallelujah. The evangelist Philip was taken by the Spirit. അവൻ യെരൂശലേമിൽ നിന്ന് ഹല്ലേലൂയ എവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും അവിടെ എല്ലാം ആത്മാവ് കൊണ്ടുപോകുകയാണ്. Hallelujah. Wherever it is that the Spirit wanted to take him, he is being taken. ഇതാ ഒരു കുഴപ്പം. ആത്മാവ് ബന്ധിക്കപ്പെട്ട ഒരു കുഴപ്പം ഇതാ. പിടികിട്ടത്തില്ല, പിടിച്ചിട്ട് നിൽക്കത്തില്ല. ആത്മാവ് നിന്നെ ഞാൻ കൊണ്ടുപോകും. If you are bound by the Spirit, this is what happens. You won't be able to do what you want to do. The Spirit will take you. അവനെ സ്വത്രം ഈ അന്ത്യ തലമുറയിൽ ആഗ്രഹിക്കുന്നുണ്ടോ? Do you wish for that? ദൈവാത്മാവ് നിന്നെ കൊണ്ടുപോകട്ടെ. Do you wish for that in this generation? കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതല്ലേ ആത്മാവ് നമ്മളെ കൊണ്ടുപോകട്ടെ. Are we not redeemed by the blood of Jesus? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? How many of us desire that this morning, bound, hallelujah, by the Spirit, to be taken where the Spirit wants to take us? ഏലിയാവിനെ ഇതുപോലെ ആത്മാവും കൊണ്ടു. That's what happened, hallelujah, to Elijah. ആത്മാവ് പറഞ്ഞു രാജാവട്ടടുത്ത് പോയി ദൂത് പറയാൻ പറഞ്ഞു. ഉള്ളി നടന്നു പോയി ദൂത് പറയുക. Hallelujah, the Spirit told Elijah, go speak before King Ahab and proclaim this, hallelujah, this message. And he didn't think twice. He's going before the king. ആകാശം അടയ്ക്കുന്ന പുള്ളി ആത്മാവ് പറഞ്ഞാൽ പിന്നെ മുഖം നോക്കത്തില്ല, വെച്ചങ്ങ് കീറുക. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഴ പെയ്യത്തില്ല. The Spirit of the Lord told him to speak before Ahab and say there will be no rain. He didn't think twice about it. He didn't consider it foolishness. He was bound by the Spirit, and so he looks to the king and says, until I say. ആത്മാവ് ബന്ധിക്കപ്പെടുകയല്ല, ആത്മാവ് ശുശ്രൂഷ ചെയ്യിപ്പിക്കുക മാത്രമല്ല, ആത്മാവ് നിന്നെ മറയ്ക്കും കേട്ടോ. Hallelujah. It's not only that the Spirit of God will bind you. It's not only that the Spirit of the Lord will fill you. It's not only that the Spirit of the Lord will lead you and take you, but the Spirit of the Lord will cover you.
3.5 വർഷം അരിച്ചു പറക്കി ഏലിയാവിനെ. For 3.5 years, they searched the kingdom. They sent search parties everywhere trying to find out where Elijah is. ആമേൻ. ആഹാബിന്റെ ഇഷ്ടനായിരുന്നു ആമേൻ സ്തോത്രം ഒബദ്യാവ് അല്ലേ, അല്ലയോ? ഇവരെല്ലാം കൂടെ പോയി അരിച്ചു പറക്കിയിട്ട് ആരെ കണ്ടില്ല. ദൈവം ഒരു മറ ഇട്ടാ പിന്നെ നിന്നെ ഒരു ശക്തിയും ദൈവം പറയണം, ദൈവം അനുവദിക്കണം. നിന്റെ തലമുറയെ കാണണമെങ്കിൽ, നിന്റെ കുടുംബത്തെ കാണണമെങ്കിൽ ആത്മാവ് വെളിപ്പെടുത്താതെ കാണാൻ പറ്റത്തില്ലെന്ന്. Oh, Ahab and his powers, his hallelujah detectives, his search party looked the entire land. They tried to find out where Elijah is. But if you are bound by the Spirit, then no power of darkness will be able to find you, because God will cover you. No spirit, hallelujah, of darkness will able to find you or your children or your family unless God allows, because you are covered by the protection of God. വിശ്വസിക്കാമോ? Do you believe this? ആത്മാവിൽ ബന്ധിക്കാന്ന് പറഞ്ഞ ആരാധിക്കുക ശുശ്രൂഷ മാത്രമല്ല, നിന്നെ അങ്ങ് പൊതിയും പരിശുദ്ധാത്മാവ്. If you are bound by the Spirit, it's not just the anointing that comes when you worship. The Spirit of the Lord will cover you and your life. ആമേൻ സ്തോത്രം. ആഹാബിന്റെ ഇന്റലിജൻസ് മുഴുവൻ അരിച്ചു പറക്കിയിട്ട് അവൻ ആ വിധവയുടെ വീട്ടിൽ സുഖമായിട്ട് ഭക്ഷിച്ച് കെരീതിന്റെ തോട്ടിൽ അവൻ വെള്ളം കുടിച്ച് ഏലിയാവ് നിന്നത് അവൻ ആത്മാവ് മറച്ചെന്ന്. Hallelujah, even though all the central intelligence of King Ahab, all his search parties tried to find out where Elijah is, they couldn't find him, because hallelujah, even though hallelujah he was in the brook, hallelujah, at Kerith, by the brook of Kerith, even though he was at the widow's house, hallelujah, they couldn't find him because he was covered by the Spirit of God. എന്നിട്ട് ദൈവം ഒരു ദൂത് പറഞ്ഞു, നീ നിന്നെ തന്നെ ആഹാബിന്. And then God spoke to him and said, reveal yourself to Ahab. അന്ന് മാത്രമേ ആഹാബിനെ കാണാൻ പറ്റത്തുള്ളൂ. And it's at that moment when hallelujah God told him to do so that finally Ahab was able to find him. നിൽക്കുന്നവർക്കും പിടികിട്ടുന്നുണ്ടോ? I hope you understand the message. ദൈവം നിന്നെ വെളിപ്പെടുത്താതെ, ദൈവം നിന്നെ കാണിക്കാതെ ഉലകത്തിലെ ഒരു ശക്തിക്കും നിന്നെ കാണാൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്ക്. നീ ആത്മാവിൽ ബന്ധിക്കപ്പെടാൻ. Do you understand the message from the scripture? Unless God allows, unless God reveals you, no power of darkness will be able to find you. No power of hell will be able to hold you. Hallelujah. പറഞ്ഞു, എടാ മോനെ, നീ ഒന്ന് രാജനോട് ഞാൻ വരുന്നുണ്ടെന്ന്. ഉപദേശ പറയുകയാ, അംശ ഇവിടെ കണ്ടിട്ട് ഞാൻ അവിടെ പോകുമ്പോൾ നീ എന്നിൽ നിന്ന് മാറി. എനിക്ക് നിന്നെ വിശ്വാസമല്ല. ഇന്ന് കണ്ട ഏലിയാവിന് നാളെ കാണാൻ പറ്റും ഉറപ്പില്ല, കാരണം നിന്നെ ആത്മാവ് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഞാൻ പറയത്തില്ല, നീ തന്നെ അങ്ങ് പോയാൽ മതി. Hallelujah. And when this man comes, hallelujah, to Elijah, and he says, hallelujah, Elijah speaks to him and says, go tell the king I'm going to come. But he says, hallelujah, to Elijah, listen, I know the king has been searching for you. I'm going to go to the king and tell him this. But as soon as I, hallelujah, speak these words and he comes searching for you, you won't be here anymore. The Spirit will take you somewhere else. Praise the Lord. Amen. ഇന്ന് പകൽക്കാലം ആ ഒരു തലം ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുക. That is what the Spirit of the Lord desires of you this morning. ആത്മാവിനെ വിട്ടുകൊടുക്കാമെങ്കിൽ ആത്മാവ് നിന്നെ നയിക്കും. If you're able to surrender yourself to the Spirit, the Spirit will lead you. ആത്മാവ് നിന്നെ കൊണ്ട് ചെയ്യേണ്ടത് ചെയ്യിപ്പിക്കും. The Spirit will do through you what the Spirit intends of your life. നീ തികയ്ക്കുന്നിടം വരെ ആത്മാവ് നിന്നെ മറയ്ക്കും. Until you finish your race, the Spirit of the Lord will cover you. എത്ര പേർ ആഗ്രഹിക്കുന്നു? Do you believe this? ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താൽ. Could you surrender yourself for a moment? ആത്മാവിനാൽ എന്നെ ബന്ധിക്കണം. Father, bind me by your Spirit. എല്ലാവരും പ്രാർത്ഥിച്ചേ. Could you make this prayer? Hallelujah. എല്ലാവരും പ്രാർത്ഥിച്ചേ. Hallelujah. Hallelujah. Glory be to God. Father, we worship you, Jesus. Hallelujah. 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 ആമേൻ. കേൾപ്പിക്കേണ്ട ദൂതനെ മുന്നിൽ ഏൽപ്പിച്ചു കൊടുത്താൽ. Surrender yourself before the word of God that we have heard. ആത്മാവിൽ എന്നെ ഒന്ന് ബന്ധിക്കണം. Could you say this prayer, Father, bind me by your Spirit. ആത്മാവിൽ എന്നെ നയിക്കണം. Father, guide me according to your Spirit. ആത്മാവിൽ എന്നെ ശുശ്രൂഷിപ്പിക്കണം. Father, let me hallelujah minister according to your Spirit. ആത്മാവിൽ എന്നെ മറയ്ക്കണം. Cover me by your Spirit, Lord. Oh, thank you, Jesus. Hallelujah. സ്വർഗ്ഗ പിതാവേ, Father, അങ്ങയുടെ കരുത്തിലേക്ക് ജനത്തെ ഏൽപ്പിക്കും. yes. അപ്പാ എവിടെയൊക്കെയോ ലോകം പാപം ചേട്ടം ബന്ധിച്ചിട്ട് ഇന്ന് പകൽ ആ കെട്ട് അഴിച്ചതിനായി സ്തോത്രം. Yes. ആത്മാവിൽ നീ ബൈൻഡ് ചെയ്തിരിക്കാൻ സ്തോത്രം. Hallelujah. ഇവിടെ ഒന്ന് പുറത്തിറങ്ങുമ്പോ മുതൽ ആത്മാവിൽ നയിക്കപ്പെടുന്നത് സെൻസ് ചെയ്യട്ടെ. Yes, Lord. ആത്മാവ് സംസാരിക്കുന്ന അറിയട്ടെ. Yes, Lord. ആത്മാവ് മറച്ചത് തിരിച്ചറിയട്ടെ. Yes. ആത്മാവ് ചിലതിനെ കൊടഞ്ഞു കളയാൻ എറിഞ്ഞു കളയാൻ കൃപ കൊടുത്താട്ട് നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. Amen.